ഹലോ ഗായ്സ്, എല്ലാവർക്കും മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ നേരെ വയനാടിക്കാണ് കേട്ടോ. അപ്പോൾ താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മുക്കത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 70 കിലോമീറ്ററോളം ഉണ്ട് വയനാട്ടിലേക്ക്. അപ്പോൾ ചുരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് വയനാട്ടിലെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളൊരു 3 മണിക്കാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിച്ചത്, യാത്ര ആരംഭിച്ച്. അപ്പോൾ ചേപ്പശ്ശേരി നേരെ വയനാട് താമരശ്ശേരി ചുരമാണ്. അപ്പോൾ നമ്മൾ ലക്കിടി വ്യൂ പോയിൻ്റ് അടുത്തെത്താൻ കഴിഞ്ഞൊരു 3 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ലക്കിടി വ്യൂ പോയിൻ്റ് ആയി. താമരശ്ശേരി ലക്കിടി വ്യൂ പോയിൻ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അതിരാവിലത്തെ കാഴ്ചയാണ്. അപ്പോൾ രാവിലെ തന്നെ ഈ താമരശ്ശേരി ചുരത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നിൽക്കാൻ നല്ലൊരു വൈബൊക്കെ, നല്ല എന്താ പറയുക, തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ്. ഇവിടെ കാര്യമായിട്ട് മഴയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കോടയൊന്നും അതൊക്കെ കാണുന്നില്ല കേട്ടോ. എന്നാൽ നല്ല തെളിഞ്ഞ ഒരു കാലാവസ്ഥ, അതുകൊണ്ട് നമ്മൾ ചുരത്തിലെ കാഴ്ചയൊക്കെ മനോഹരമായി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ചുരത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സിനിമ നല്ലൊരു പത്മയായിട്ട് ഓർമ്മയുണ്ട്. ആ സീൻ ഇപ്പോഴും നമ്മൾ ഒരു മലയാളികൾക്കും മറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് താമരശ്ശേരി ഒരിക്കൽ ആ ചുരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുഞ്ഞില്ലേ കുഞ്ഞി ഇറക്കല്ലേ പണ്ടാലിറങ്ങിയിട്ടുണ്ടോ വിട്ടാലും അമർത്തിയാലും നിൽക്കുന്നു. 10 മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി, നമ്മൾ ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാല്ലാ പടച്ചോനെ നിങ്ങൾ കാത്തോളി. ഇഞ്ചിൻ എങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. താമരശ്ശേരി ടു കോഴിക്കോട് 50 കിലോമീറ്റർ. അങ്ങ് ചുരത്തിൻ്റെ നല്ലൊരു വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ താമരശ്ശേരി ചുരത്തിൻ്റെ കാഴ്ചകൾ കണ്ടിങ്ങനെ നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അപ്പോൾ നമ്മൾ ഇന്ന് താമരശ്ശേരി നേരെ വയനാട്ടിലേക്കാണ്. വയനാട്ടിലെ യാത്രാ വിശേഷങ്ങളായിട്ടാണ് ഈ വരുന്നത്. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്കുള്ള എൻട്രൻസ് ഗേറ്റിൻ്റെ അവിടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണാനാണ് വെൽക്കം ടു വയനാട് എന്ന് പറയുന്ന ഒരു ഗേറ്റുള്ളത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 400 മീറ്റർ മാറിയാണ് ചങ്ങലമരം അഥവാ ചെയിൻ ട്രീ എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ടുള്ളത്. കരിന്തണ്ടൻ്റെ കഥ നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ? വയനാട് താമരശ്ശേരി ചുരം വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായും ഒന്ന് ഇവിടെ കയറുക. ആ ഒരു എന്താ പറയുക, ചരിത്രം കൂട്ടത്തിൽ നമുക്ക് സാക്ഷിയാകാൻ കഴിയും. അപ്പോൾ ഇവിടെ കയറി അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും വയനാട്ടിലേക്ക് യാത്ര ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വയനാടിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ നമ്മുടെ ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ, ബൈ.